ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാർ കേൾക്കട്ടെ, ഇവിടുത്തെ MLA-മാര് കേൾക്കട്ടെ, ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. നിയമസഭയുടെയും പാർലമെന്റിന്റെയും രാജ്യസഭയുടെയും അതുപോലെ രാജ്ഭവന്റെയും മുമ്പിൽ നിങ്ങൾക്ക് വലിച്ചെറിയാനുള്ളതല്ലടോ ഖുർആൻ. സ്വർണ്ണക്കടത്ത് നടത്താനുള്ളതല്ലടോ ഖുർആൻ. സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഘടകകക്ഷികളും വലതും ഇടതും മധ്യവും മുകളിൽ താഴെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാനുള്ളതല്ലടോ ഖുർആൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇത് കേട്ടാൽ പരിവർത്തനം വരുന്ന ഗ്രന്ഥമാണ്. ഇത് വായിച്ചാൽ ഓതിയാൽ ലഹരി വരുന്ന ഗ്രന്ഥമാണ്. ഒരു പാർട്ടിയെ ഞാൻ എടുത്തു പറയുന്നില്ല, ഏത് പാർട്ടിയായാലും ശരി. നിങ്ങളുടെ നിയമനിർമ്മാണ സഭകളിൽ തട്ടിക്കളിക്കാനുള്ളതല്ല നമ്മുടെ ഖുർആൻ. എന്റെയും നിങ്ങളുടെയും വാരിയെല്ലാം ഉണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈ കുഞ്ഞുമക്കളുടെ ഈ പൈതലുകളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊത്തിവെക്കേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. സംഭവം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. മഹാനായ പ്രവാചകനും സഹാബത്തും റളിയല്ലാഹു അൻഹും സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും സഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വനത്തിന്റെ ഉള്ളിൽ എത്തി. ആ വനത്തിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് യാത്ര നാളെ പകലാക്കാം, രാത്രി യാത്ര നല്ലതല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെന്റ് കെട്ടാം. അങ്ങനെ തീരുമാനമെടുത്തു. നബിയും സഹാബത്തും അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശാവറ ചെയ്തു, സഹാബത്തിനെ വിളിച്ചിട്ട് മുശാവറ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ കാവൽ നിൽക്കുന്നത്? എല്ലാവരും ഉറങ്ങാൻ പാടില്ല, എല്ലാവരും ഉറങ്ങാൻ പാടില്ല, രണ്ടുപേർ ഉണർന്നിരിക്കണം. ആരാണ്? ആ സമയത്ത് മഹാനായ ബിശ്ർ ബിൻ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റെഡിയാണ്, എന്റെ കൂട്ടുകാരൻ അമ്മാറിനെ കൂടെ തന്നേക്കണം, ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നോളാം. ഇന്നിപ്പോ ആരെങ്കിലും രാത്രി ഉറക്കൊഴിയുന്ന ആരാണ്? കല്യാണത്തിന്റെ തലേദിവസം ഇന്നാരാ നാളെ അറുക്കാനുള്ള പോത്തിന് കാവൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാനും അളിനും കൂടെ നിന്നോളാം. എന്താ അങ്ങനെ അളിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? എല്ലാരും ഉറങ്ങുമ്പോ വീശാൻ കിട്ടിയ അവസരമാണ്. വാട്ടീസിന്റെ ആളാണിത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ രാത്രി കാവല് നിൽക്കാം, പക്ഷേ എനിക്ക് അമ്മാർ ബിൻ യാസിറിനെ കൂടെ തരണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോ. അമ്മാറും റെഡിയായി. എല്ലാരും ഉറക്കത്തിലേക്ക് പോയി. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അമ്മാറേ, നീ ആദ്യ യാമത്തിൽ ഉറങ്ങുമോ അവസാന യാമത്തിൽ ഉറങ്ങുമോ? രണ്ടുപേര് കാവല് നിൽക്കാൻ വേണ്ടി ഉത്തരവാദിത്വം അവർക്കാണ്. അവർ ഉറക്കൊഴിയാനും പാടില്ലല്ലോ. അതുകൊണ്ട് ആദ്യ ഭാഗം നീ ഉറങ്ങോ, അതേ അവസാന ഭാഗം ഉറങ്ങോ? അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, ആദ്യ ഭാഗം ഞാൻ ഉറങ്ങിക്കോളാം, സമയമാകുമ്പോ ഞാൻ എഴുന്നേക്കാം, അപ്പൊ നിങ്ങൾ ഉറങ്ങുക, അതുവരെ നിങ്ങൾ കാവല് നിൽക്കുക, പിന്നെ ഞാൻ നിന്നോളാം. സന്തോഷമായി. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ഹാപ്പിയായി. എന്താണെന്നറിയോ? എല്ലാരും ഉറങ്ങുകയല്ലേ, ആരും കേൾക്കാതെ, ആരും അറിയാതെ അല്ലാഹുവിന്റെ കലാമൊന്ന് ഉറക്കെ ഓതാമല്ലോ, വിശുദ്ധ ഖുർആനൊന്ന് ഓതാമല്ലോ. ഈ ലോകത്തിന്റെ പടച്ചവനല്ലാതെ വേറെ ആരും അറിയാതെ ഖുർആനൊന്ന് ഓതാമല്ലോ. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ഓതാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ മറന്നില്ലല്ലോ, വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവാ. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ഓതിയ സൂറ ഏതെന്നറിയോ? സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതാൻ തുടങ്ങുമ്പോൾ ഏതോ ഒരു നാട്ടിൽ നിന്നൊരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളെ, കുറ്റിക്കാടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ശത്രു പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. ഒരാളിരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്. എന്താ ചെയ്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഒളിച്ചിരുന്നൊരു അമ്പയ്യുകയാ. ആ അമ്പ് ശരീരത്തിലേക്ക് വന്ന് തുളച്ചു കയറുകയാ. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഗദ്ഗദത്തോടെ ഒരായത്തും മുറിഞ്ഞു പോയില്ല, ഒരു മദ് ചുരുങ്ങിയില്ല, ഒരു ശബ്ദ ചുരുങ്ങിയില്ല, ഒരക്ഷരം നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഫതഹ് മാറിപ്പോയിട്ടില്ല, ഒരു സുക്കൂൻ നഷ്ടപ്പെട്ടിട്ടില്ല. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ശരീരത്തിൽ വന്ന് പതിച്ച ആ അമ്പിനെ ഇടത്തെ കൈകൊണ്ടിങ്ങനെ വലിച്ചൂരിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആരാം പെയ്തതെന്ന് പോലും നോക്കിയില്ല. വല്ലാത്ത ലഹരിയിലെ ത്രില്ലിൽ ഇങ്ങനെ ഖുർആൻ ഓതുക
ഓതുകയാണ്. ഇത് സഹോദരങ്ങളെ പറയാനല്ലാതെ എനിക്ക് കഴിയോ, കേൾക്കാനല്ലാതെ നിങ്ങൾക്ക് കഴിയോ? എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ലഹരിയായ ഖുർആനെ മാറിയില്ലെങ്കിൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹു നമ്മളെ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്ക്, സംശയമില്ല. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഖുർആൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ എന്റെയും നിങ്ങളുടെയും നാവ് ഖുർആനിന്റെ ഖിറാഅത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടിരുന്ന എന്റെയും നിങ്ങളുടെയും നാവ്, എന്റെയും നിങ്ങളുടെയും ചുണ്ടുകൾ ഖുർആനെ ഓതിയിട്ടുള്ള മനവായി മാറിയ ലോകത്തൊരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് NRC കൊണ്ടുവന്നാലും, എന്ത് CA കൊണ്ടുവന്നാലും, എന്തെല്ലാം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചാലും ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഖുർആനിന്റെ വാഹകരെയും ഖുർആനിന്റെ അഹലുകാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ഇനി ചെയ്യാൻ പറ്റിയാലും ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ കഴിയൂ. വരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഈമാന്റെ ദാഢ്യതയുണ്ടല്ലോ, വിശ്വാസത്തിന്റെ ദാഢ്യമുണ്ടല്ലോ, അത് ഒരു സെക്കൻഡ് പോലും, ഒരു ഇഞ്ച് പോലും പിന്നോട്ടൊന്ന് ചവിട്ടിപ്പിക്കാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ല. ഒരു യോഗിക്കും കഴിയൂല, ഒരു ഷാക്കും കഴിയൂല, ഒരു മോഡിക്കും കഴിയൂല, ഒരുത്തനും കഴിയില്ല. കാരണം നമ്മൾ മുറുകെ പിടിച്ചിരിക്കും അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. നിയമനിർമ്മാണ സഭകളിൽ തട്ടിക്കളിക്കാനുള്ളതല്ലോ ഖുർആൻ. ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാർ കേൾക്കട്ടെ, ഇവിടുത്തെ MLA കേൾക്കട്ടെ, ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. നിയമസഭയുടെയും പാർലമെന്റിന്റെയും രാജ്യസഭയുടെയും അതുപോലെ രാജ്ഭവന്റെയും മുമ്പിൽ നിങ്ങൾക്ക് വലിച്ചെറിയാനുള്ളതല്ലടോ ഖുർആൻ. സ്വർണ്ണക്കടപ്പ് നടത്താനുള്ളതല്ലടോ ഖുർആൻ. സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഘടകകക്ഷികളും വലതും ഇടതും മധ്യവും മുകളിൽ താഴെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ലടോ ഖുർആൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇത് കേട്ടാൽ പരിവർത്തനം വരുന്ന ഗ്രന്ഥമാണ്. ഇത് വായിച്ചാൽ, ഓതിയാൽ ലഹരി വരുന്ന ഗ്രന്ഥമാണ്. ഒരു പാർട്ടിയെ ഞാൻ എടുത്തു പറയുന്നില്ല, ഏത് പാർട്ടിയായാലും ശരി, നിങ്ങളുടെ നിയമനിർമ്മാണ സഭകളിൽ തട്ടിക്കളിക്കാനുള്ളതല്ല നമ്മുടെ ഖുർആൻ. എന്റെയും നിങ്ങളുടെയും വാരിയെല്ലാം ഉണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈ കുഞ്ഞുമക്കളുടെ, ഈ പൈതലുകളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊത്തിവെക്കേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്നതിന്റെ ലഹരിയില് തന്റെ ശരീരത്ത് വന്ന് പതിച്ച അമ്പിന്റെ വേദന എറിഞ്ഞില്ല. ഇടത്തെ കൈകൊണ്ട് അമ്പ് വലിച്ചൂരി എറിഞ്ഞിട്ട് ബാക്കി ഭാഗം ഓതുകയാ. ഓതിക്കൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ അമ്പ് വന്ന് ശരീരത്തിൽ തുളച്ചു കയറി. ആ സമയത്തും മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുന്നില്ല. അമ്പ് വലിച്ചൂരി കളഞ്ഞു, എന്നിട്ട് ബാക്കി ഓതുന്നു. മൂന്നാമത്തെ അമ്പ് വന്ന് ശരീരത്തിൽ തുളച്ചു കയറുമ്പോ അബ്ബാദ് ഇബ്നു ബശീറിന്റെ ശരീരത്തിൽ നിന്ന് നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുകയാ. സഹിക്കാൻ പറ്റുന്നില്ല, വിറയൽ വന്നു. പെട്ടെന്ന് അടുത്ത് കിടക്കുന്ന അമ്മാർ ഇബ്നു യാസിറിനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മാറേ ശരീരത്തിൽ അമ്പ് തുളച്ച് കയറിയിരിക്കുകയാ. അമ്മാർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നോക്കുമ്പോ അബ്ബാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ അമ്പ് തുളച്ച് കയറിയിട്ട് ചോര ചാലിട്ടൊഴുകുകയാ. ചോദിച്ചു, അബ്ബാദേ എന്തേ എന്നെ അറിയിക്കാത്തത്? ആ സമയത്ത് മഹാനായ അബ്ബാർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പടച്ചവനാണ് എന്നെ എന്റെ ഹബീബ് ഒരു അമാനത്ത് ഏൽപ്പിച്ചിരിക്കുകയാ. ഈ ഉറങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ എന്റെ കയ്യിലാണ്, അതിന്റെ വില, അതിന്റെ അമാനത്ത്, അതിന്റെ സുരക്ഷ എന്റെ കയ്യിലാണ് റസൂൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ സാധനങ്ങളുടെ സുരക്ഷ എന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് എന്നെ ആക്രമിച്ചതിന്റെ പേരിൽ, എന്റെ ശരീരത്തെ അമ്പെയ്തതിന്റെ പേരിൽ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ അറിയില്ലല്ലോ. ഇത്രയും ആളുകളുടെ ഈ ചരക്കുകളുടെ സംരക്ഷണം എന്റെ കയ്യിലല്ലേ എന്നെ മുത്തേൽപ്പിച്ചത്. എന്റെ നബിതങ്ങളോടുള്ള ശക്തമായ എതിർപ്പായി പോകും. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചുണർത്തിയത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 40 50 അമ്പേറ്റിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകിയിട്ട് ഞാൻ പെടഞ്ഞു മരിക്കേണ്ടി വന്നാലും എന്റെ സൂറത്ത് ഞാൻ ഓതുന്നത് നിർത്തൂല. ഇത് പറഞ്ഞതാരാ? പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്നെയും നിങ്ങളെയും പോലെ ചോരയുള്ള, നീരുള്ള, വികാര വിചാരമുള്ള, ശരീര സുഖങ്ങളുള്ള മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സദീത്യനായ അമ്മാർ ഇബ്നു യാസിറിനോട് പറഞ്ഞതാണെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നത് വല്ലാത്ത ലഹരിയാ. അത് ഓതുന്നവർക്ക് അറിയാൻ കഴിയൂ, അത് വല്ലാത്തൊരു ലഹരിയാണ്. അത് ഓതി ശീലിച്ചവർക്ക് അത്